പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ബിയ്യംകായൽ ജലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം പൊന്നാനി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഓഗസ്റ്റ് 23 മുതൽ വിവിധ ആഘോഷ പരിപാടികളും വള്ളംകളിയും നടക്കും. ഇതിനു മുന്നോടിയായി സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. യോഗത്തിൽ പൊന്നാനി നിയോജക മണ്ഡലം MLA KP നൌഷാദ് അലി, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത്, നനമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രനാഥ്, പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ, DTPC ഡെപ്യൂട്ടി ഡയറക്ടർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി താലൂക്ക് പരിധിയിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. MLA ചെയർമാനായും തഹസിൽദാർ ജനറൽ കൺവീനറായും ഓണം വാരാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ഓഗസ്റ്റ് 23 മുതൽ നടക്കുന്ന വിവിധ ഓണാഘോഷ പരിപാടികളിലും വള്ളംകളിയിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതുപോലെ ഈ വർഷവും ഭംഗിയായി നടത്തുന്നതിന് എല്ലാ മേഖലയിലുള്ളവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അധ്യക്ഷൻ നിർദ്ദേശിച്ചു. വള്ളംകളി മത്സരത്തിന്റെ സമ്മാനത്തുക ഉയർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കാലപ്പഴക്കമുള്ള മത്സര പവലിയൻ പുതുക്കിപ്പണിയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പുതുതലമുറയിൽപ്പെട്ട യുവാക്കൾ സംഘാടക സമിതിയിലേക്ക് വരണമെന്നും യോഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ടു. തുടർന്ന് പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ ഉത്തരവിൽ പരാമർശിക്കുന്ന അനുവദനീയമായ പരമാവധി തുക അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും യാതൊരു അപകടവുമില്ലാത്ത രീതിയിൽ വള്ളംകളി മത്സരം നടത്തുന്നതിന് കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, മെഡിക്കൽ വിഭാഗം തുടങ്ങി എല്ലാ ഓഫീസ് മേധാവികളോടും അധ്യക്ഷൻ നിർദ്ദേശിച്ചു. NCV ന്യൂസ്, പൊന്നാനി.